സാധാരണ രാവിലെ കൊച്ചിനെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ എൻ്റെ അടുക്കളയിലെ പരിപാടി മുഴുവൻ തീരുന്ന. പക്ഷേ ഇന്ന് കൊച്ചു സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടായിരുന്നു എനിക്ക് അടുക്കളയിൽ പരിപാടി. വേറെ ഒന്നും കൊണ്ടുമല്ലേ, നഴ്സസ് ഡേ അല്ലേ ഇന്ന്. അപ്പം ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ മീൻസ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ICUവിൽ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് നഴ്സസ് ഡേ സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വക ഹോം മെയ്ഡ് ഏത്തക്ക ബോളി. ഏത്തക്കയൊക്കെ ഞാൻ ഇന്നലെ വാങ്ങിച്ചു വെച്ചാണ്. രാവിലെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ജസ്റ്റിയുടെ ഒരു കമൻറ്റ്, ഇത് കുറച്ച് കുറവല്ലേ എന്ന്. നമുക്കല്ലെങ്കിലും അങ്ങനെയല്ലേ, ഇച്ചിരി ഏറെ ഉണ്ടാക്കിയാലേ തൃപ്തി. അങ്ങനെ രാവിലെ ജസ്റ്റ് എന്ത് ചെയ്തു, ഓൺലൈനിൽ പിന്നെ ഏത്തക്ക വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഓർത്തെ എള്ള് കാണുന്നില്ല, അവിടെ മുഴുവൻ തപ്പി, മരുന്നിനൊരു ചെള്ളിനെ പോലും കിട്ടാനില്ല. പിന്നെ ഞാൻ എള്ളും വിളിച്ചു പറഞ്ഞു. അങ്ങനെ എള്ളായി, ഏത്തക്ക. എനിക്കറിയാമല്ലോ, ഒരു 3 പ്രാവശ്യം നൂൺകാരൻ വീട്ടിൽ വന്നെന്ന് മാത്രം അറിയാം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പ്രോഗ്രാം 8 മണിക്കാണ്. അപ്പോൾ 8 മണിക്ക് മുമ്പ് സാധനം കൊണ്ട് കൊടുക്കുകയും വേണം. അങ്ങനെ ഷെടപടേന്ന് ഞാൻ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ ഓടിപ്പോയി കുളിച്ചു, പിന്നെ ഡ്രസ്സ് മാറി. ഇന്ന് നഴ്സസ് ഡേ ആയതുകൊണ്ട് തന്നെ ഡ്രസ്സ് വേണ്ട, സ്ക്രബ് സ്യൂട്ട് ഇട്ടേക്കാമെന്ന് വിചാരിച്ച്. അതല്ലേ ഒരു ഗുമ്മല്ലേ, അതിൻ്റെ ഒരു പവർ. അങ്ങനെ മേക്കപ്പും ഒക്കെ കഴിഞ്ഞു. ഞാൻ സെറ്റ്. കണ്ണ് മാത്രം എഴുതിയില്ലെന്നേ, അത് എഴുതാനുള്ള സമയമില്ലായിരുന്നേ. ഞാൻ പറഞ്ഞില്ലേ 8 മണിക്കാണ് പ്രോഗ്രാം തുടങ്ങുന്നത്, അതിന് മുമ്പ് ചെല്ലണ്ടേ. അതിനല്ലേ ഈ 8 മണിക്ക് ചെല്ലുമ്പം പാർക്കിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ സാധാരണ 6:45 ചെല്ലുമ്പം പാർക്കിങ് കിട്ടുന്ന പോലല്ല, 8 മണിക്ക് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, ആന്ധ്രാപ്രദേശത്ത് ഒരിടത്തും പാർക്കിംഗ് ആണ് ചെല്ലുന്നേ. ഇന്ന് ഞങ്ങളുടെ ഡേ ആണ്, നഴ്സസ് ഡേ. പോട്ടെ. അങ്ങനെ ഒരുങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി. സത്യം പറഞ്ഞാൽ രാവിലോട്ട് നല്ല മൈഗ്രെയിനാന്ന്. ഞാൻ രാവിലെ മെഡിസിനും എടുത്താൽ ഞാൻ ഫ്രണ്ട്സിനെ വിളിച്ച് പറഞ്ഞു, ഞാൻ വരണോ, ഞാൻ സാധനം കൊണ്ട് തന്നാൽ പോരെയെന്ന്. വന്നില്ലേ, കുനിച്ച് നിർത്തി കൂമ്പിലിടിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടും പിന്നെ ഇന്നത്തെ ഒരു ദിവസം പോയില്ലേ മോശമല്ലേ അല്ലേ, അങ്ങനെ ഒരു തോന്നലുള്ളതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് അങ്ങ് ഇറങ്ങിയപ്പോൾ തൊട്ട് ഫ്രണ്ട് സ്കൂൾ ബസ്സാണ്. നമ്മുടെ ഫ്രണ്ട് സ്കൂൾ ബസ് വന്നാൽ അറിയാമല്ലോ, പിന്നെ അവർ നിർത്തുമ്പോൾ നമ്മൾ നിർത്തി കൊടുക്കണം. കാരണം അറിയാമല്ലോ, സ്കൂൾ ബസ് എവിടെ സ്റ്റോപ്പ് സൈൻ ഇട്ട് നിർത്തുന്നോ അവിടെയൊക്കെ നമ്മൾ നിർത്തേണ്ടി വരും. നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ അതിനകത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെയും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരിടത്തും പാർക്കിംഗ് ഇല്ലെന്നേ. അവസാനം ഞാൻ ആ സെക്യൂരിറ്റി ചേട്ടൻ്റെ കൈയും കാലും പിടിച്ച് പറഞ്ഞു, ചേട്ടാ ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോയിക്കോളാം. അങ്ങനെ ചേട്ടൻ സ്റ്റാഫ് പാർക്കിംഗ് അല്ലാഞ്ഞിട്ടും എനിക്കവിടെ പാർക്കിംഗ് എടുത്തു തന്നു. കാരണം സ്റ്റാഫിന് വിസിറ്റേഴ്സ് പാർക്കിങ്ങിൻ്റെ അവിടെ ഒരു രീതിയിലും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ആ സെക്യൂരിറ്റി ചേട്ടൻ വിചാരിച്ചു കാണും, ഇന്നൊരു നഴ്സസ് ഡേ ആയിട്ട് ഈ പെങ്കൊച്ചിന് ഞാൻ പാർക്കിംഗ് കൊടുത്തില്ല, പിന്നെ ആർക്കും. ശരി, ഞാൻ അകത്ത് പോയേച്ചും വരാം.